2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലായിരിക്കുന്നു. ഇതുകൊണ്ട് അവസാനിക്കില്ല. 3 ദേവസ്വം മന്ത്രിമാർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അവരിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയ അതീവ ഗൗരവതരമായ ഒരു കേസാണിത്. ഇതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങൾ പ്രതിപക്ഷം നേരത്തെ തൊട്ടേ പറഞ്ഞതാണ്, ഈ കൊള്ളയിൽ CPM നേതാക്കന്മാർക്ക് പങ്കുണ്ട്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർക്ക് പങ്കുണ്ട്, മെമ്പർമാർക്ക് പങ്കുണ്ട്, മന്ത്രിക്ക് പങ്കുണ്ട്. ഇതെല്ലാം ശരിയായി, ഞങ്ങൾ പറഞ്ഞതല്ലേ ശരിയായി വന്നില്ലേ? അപ്പോൾ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇത് അവസാനിക്കില്ല. മന്ത്രിമാരിലേക്ക് ഇത് എത്തിച്ചേരും. അവർ അതിന് അഴിയെണ്ണേണ്ടി വരും മന്ത്രിമാർക്ക്. അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇത് ഗവൺമെന്റ് നേരിട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഗവൺമെന്റിൽ ഉന്നതങ്ങളിൽ ആളുകൾ നേരിട്ട് നടത്തിയ തട്ടിപ്പാണ്. അത് പുറത്തു കൊണ്ടുവരുന്നവരെ ഈ പോരാട്ടം ഞങ്ങൾ തുടരും. നോക്കൂ, ഇപ്പോൾ പുറത്തുവരുന്ന ചില വിവരങ്ങൾ പ്രകാരം ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളാണ് നമ്മളിപ്പോൾ അറിയുന്നത്. അതായത് ഈ പോറ്റിയുമായി ചേർന്നുകൊണ്ട് ഈ പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്ന് പറയുകയാണ്. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരികയാണ് ഇപ്പോൾ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് പത്മകുമാർ മാത്രം നിൽക്കില്ലല്ലോ. പത്മകുമാറിന് മാത്രം നിൽക്കില്ല. ഇത് മന്ത്രിമാരിലേക്കും ഉന്നതന്മാരായ CPM നേതാക്കന്മാരിലേക്കും ഇത് പോകും. ഇത് കേരളം കണ്ട ഏറ്റവും വലിയൊരു സ്വർണ്ണ കച്ചവടമാണ്. നേരത്തെ സ്വർണ്ണ കള്ളക്കടത്തായിരുന്നെങ്കിൽ ഇപ്പൊ സ്വർണ്ണ കച്ചവടമാണ്. സ്വർണത്തോട് ഈ ഇടതുപക്ഷത്തിന് വലിയ പ്രിയമാണ് എന്ന് 1ാം പിണറായി ഗവൺമെന്റ് കാലത്ത് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ആരും വെറുതെ രക്ഷപ്പെട്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രതിപക്ഷം ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ എന്തായിരിക്കും തുടർ ദിവസങ്ങളിലുള്ള നീക്കം? ശക്തമായ നിലയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ബാക്കി കുറ്റവാളികളെയും മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ശരി, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീ രമേശ് ചെന്നിത്തലയാണ്.